അങ്ങനെ ഒരു കാര്യം എന്റെ മോളിന് ചെയ്യില്ല. അവൾ ഇനി ആരുടെയും പകരക്കാരിയാവാനില്ല. മനസ്സിലാക്കേണ്ടവർ അത് മനസ്സിലാക്കിയാൽ മതി. മാഡത്തിന് വല്ലാണ്ട് സങ്കടായി. അതിനെന്താ, അവരുടെ വീട്ടിൽ ചെന്നിരുന്ന് അവർ കരഞ്ഞോട്ടെ. നീ നിന്റെ അമ്മയും അടച്ചിട്ട മുറിയിൽ കെട്ടിപ്പിടിച്ചിരുന്ന് കരയാറില്ലേ? അതുപോലെ അവരും ചെയ്യട്ടെ. നിന്റെ പെറ്റമ്മയാ, അതെനിക്കറിയാം. പക്ഷേ അതിന്റെ സ്നേഹമൊന്നും അവർക്കില്ല. നിന്നെ എങ്ങനെങ്കിലും കൊണ്ടുപോയി കൊല്ലണം. ഒരു കാരണവശാലും അവരുടെ മകൾക്ക് നീ തടസ്സമാവില്ലെന്ന് ഉറപ്പുവരുത്തണം. അത് സമ്മതിക്കാൻ പറ്റില്ല. അത് സമ്മതിച്ചു കൊടുക്കില്ല ഞാൻ. ഹലോ ശാന്തി, ഞാൻ നിന്റെ വീടിന്റെ മുൻപിലുണ്ട്. ശാന്തി, ഒന്ന് പുറത്തേക്ക് വരുമോ? എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ട് കാണേണ്ട ഒരു കാര്യമുണ്ട്. എന്താ ഇത്ര അത്യാവശ്യം? ശാന്തി, നമ്മൾ തമ്മിലുണ്ടായ പ്രശ്നങ്ങളുടെ പേരിൽ നീ എന്നെ കാണുന്ന ഒഴിവാക്കരുത് പ്ലീസ്. എനിക്ക് നിന്നെ കണ്ടേ പറ്റൂ. എന്താ? നിന്നെയും നിന്റെ മോളെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ഞാൻ ഇപ്പം നിന്റെ മുമ്പിൽ നിൽക്കുന്നത് കൂപ്പുകയോടെയാ, യാചനയോടെയാ. എന്നോടുള്ള ദേഷ്യത്തിന് എൻ്റെ മോളെ ഉപദ്രവിക്കരുത്. ഞാൻ മനുഷ്യകുലത്തിലല്ലേ പറഞ്ഞത്. മകളെ പോലൊരു പെൺകുട്ടിയെ കണ്ടാല് എനിക്ക് മനസ്സിലാവും. മനസ്സിലാകാത്തതും ആയില്ലെന്ന് നടിക്കുന്നതും മറ്റുള്ളവരല്ലേ. എത്ര ദേഷ്യമുണ്ടെങ്കിലും മാം പറയുന്നത് നിങ്ങൾ അനുസരിക്കുമെന്ന് മാമിനൊരു വിശ്വാസമുണ്ട്. അതേ മോളെ, മാഡം പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അനുസരിച്ചിട്ടുണ്ട്. അത് മാത്രമേ അനുസരിച്ചിട്ടുള്ളൂ. എന്നിട്ടും മാഡം എന്നെ വിശ്വസിച്ചോ? ഇല്ലല്ലോ. ഞാൻ കണക്ക് പറയുക വിഷമിപ്പിക്കുകയല്ല. ഗാഥമോൾക്കൊരു കുഴപ്പമുണ്ടാവില്ല, ഉറപ്പ്. ഞാൻ കൃഷ്ണയെ ചെന്ന് കണ്ടിരുന്നു. കൃഷ്ണയോടും ദുബായിയോടും സംസാരിക്കുകയും ചെയ്തിരുന്നു. നവീന്റെ വീട്ടിലേക്ക് ഒരിക്കൽ കൂടി കൃഷ്ണയെ ഗാഥയ്ക്ക് പകരക്കാരിയെ കിട്ടാൻ വേണ്ടിയായിരുന്നു. ഗാഥമാഡ് അവിടെ ഉണ്ടാകുമെന്ന് മാം അവർക്ക് വാക്കുകൊടുത്തതാ. അതിനിപ്പോ ഞാനെന്ത് ചെയ്യാന്? ശാന്തി, നീ അവളെ അയക്കണം. നീ പറഞ്ഞ അവളെ കേൾക്കും. ഈ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് അവളാ, ഞാനൊന്നിനുമില്ല. മാഡം ഇവിടെ വരെ വന്നിട്ട് മോളെ കാണാതെ പോകണ്ടേ? ഞാനിതെങ്ങനെ നിന്നോട് ചോദിക്കണമെന്ന് കരുതിയിരിക്കായിരുന്നു. അമ്മമാരുടെ വിഷമം എനിക്കറിയാമെന്ന് പറഞ്ഞില്ലേ മാഡം? ആ വിഷമത്തിന് പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ ഇല്ല. മാഡം വന്നോളൂ. അനിയൻ സാർ പുറത്തു പോയിരിക്കെ. തിരിച്ചു വരുമ്പോ മാഡത്തിനെ കാണരുത്. കണ്ട കൃഷ്ണയെ കാണാൻ എന്തിനു നിങ്ങളെ അനുവദിച്ചു എന്ന് ചോദിക്കും. അങ്ങോട്ട് ചെന്നോളൂ.
മോളെ മമ്മി മോളെ അയ്യോ മമ്മി നോക്കട്ടെ. വേദനയുണ്ടോ മോക്ക്? മമ്മി നമുക്ക് ഇവിടുന്ന് പോവാം മമ്മി. ഞാൻ റെഡി ആവട്ടെ? അല്ലെങ്കിൽ വേണ്ട. എന്താ റെഡി ആവാനുള്ളത്? കാറിലിരിക്കാനല്ലേ? മോളെ മമ്മി നിന്നെ കൊണ്ടുപോകാൻ വന്നതല്ല. ഗാഥാ മാഡത്തിന് പകരം കൃഷ്ണ ഇവിടെ ഇല്ലാതെ ഗാഥാ മാഡത്തെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അവളെ എങ്ങനെയെങ്കിലും കാലൊരു കെട്ടും വെച്ച് ഇവിടെ കൊണ്ടുവന്ന് കിടത്താൻ ഞാൻ പറഞ്ഞതല്ലേ. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇങ്ങോട്ട് വരാമെങ്കിൽ അവളെ കൊണ്ടുവരാൻ എന്താ പ്രശ്നം? മോളെ നീ എന്തൊക്കെയാ പറയുന്നേ? എല്ലാരും നമ്മൾ പറയുന്നത് കേൾക്കാനും അനുസരിക്കാനും നിൽക്കുവാണോ? ഷോ, പിന്നെ അവരനുസരിക്കണ്ടേ? സിത്താര ശ്രീനിവാസനെയും ഗാഥ ശ്രീനിവാസനെയും അവരനുസരിക്കണ്ടേ മമ്മി? മോളെ പെട്ടുപോയ അബദ്ധം എന്താന്ന് എനിക്ക് നിനക്ക് നന്നായിട്ടറിയാം. ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഈ കാലൊന്ന് ശരിയാവുന്നവരെ. എങ്ങനെയാ മമ്മി ആ തങ്കവും മോളിക്കുട്ടിയൊക്കെ എന്റെ അടുത്ത് കണക്ക് തീർക്കാം? എനിക്ക് ഒരു നേരം നല്ല ഭക്ഷണം പോലും തരുന്നില്ല. നരകിക്കാ ഞാൻ ഇവിടെ കിടന്ന്. എന്നെ ഇവിടെ ഇട്ടിട്ട് മമ്മി ഇവിടുന്ന് പോയാ മമ്മിക്ക് ചിലപ്പോ സമാധാനം കിട്ടുമായിരിക്കും. ഒരു കണക്കിന് എനിക്ക് സമാധാനമില്ല. സത്യത്തിൽ ഞാനിപ്പോ ഇവിടെ വന്നത് കൃഷ്ണനെ കൂടെ കാണാനായിട്ടാ. ഗാഥാ മാഡം എത്രയും പെട്ടെന്ന് അവിടെ എത്തണമെന്ന് കളരിക്കക്കാര് പറഞ്ഞിരിക്കുന്നത്. സിത്താര മാം അത് വാക്കു കൊടുക്കുകയും ചെയ്തു. അതിന് എനിക്ക് പകരം അവളെ കളരിക്കലേക്ക് അയക്കാൻ വന്നതാണോ മമ്മി? മമ്മി, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ഇനി അവളെ എന്റെ പകരക്കാരിയാക്കാനാണോ മമ്മിയുടെ ഉദ്ദേശം? ഞാനത് അനുവദിച്ചു തരുമെന്ന് മമ്മിക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു കാര്യം എന്റെ മോളിന് ചെയ്യില്ല. അവൾ ഇനി ആരുടെയും പകരക്കാരിയാവാനില്ല. മനസ്സിലാക്കേണ്ടവർ അത് മനസ്സിലാക്കിയാൽ മതി. അയ്യോ ഈശ്വര. മാഡം സാറ് വന്നു. പെട്ടെന്ന് ഇവിടുന്ന് സാറ് കാണാതെ ഇറങ്ങണം.